दंगाइयों के सामने नाक रगड़ने वाले लोग बुलडोजर के सामने वैसे पस्त हो जाएंगे। വെറും ആരോപണത്തിൻ്റെ പേരിൽ വീടുകൾ പൊളിക്കപ്പെടുന്നു ബുൾഡോസർ വെച്ച്. സ്ത്രീകളും കുട്ടികളും ഒറ്റ രാത്രിയാൽ വീടില്ലാത്തവരായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു. ഇത് കണ്ടിരിക്കാനോ വെച്ചു പൊറുപ്പിക്കാനോ ആവില്ല. ബുൾഡോസർ രാജിലെ സുപ്രധാന വിധിയിൽ ജസ്റ്റിസ് PR ഗവൈ പറഞ്ഞ വാക്കുകൾ. രാജ്യം ശ്രദ്ധിച്ച പല സുപ്രധാന വിധികളും പുറത്തു വന്ന ബെഞ്ചുകളിൽ ഈ പേരും കാണാം. രാജ്യത്തിൻ്റെ മതേതര ഭാവത്തിൻ്റെ അന്തസ്സിനെ ഉയർത്തിപ്പിടിച്ച സമീപനം, ആ നീതിപക്ഷം ഉറപ്പിക്കുന്ന വിധികൾ. ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയുള്ള വിധി പ്രഖ്യാപിച്ച ഭരണഘടനാ ബെഞ്ചിലും ഗവൈ ഉണ്ട്. ആ പേരുകാരൻ ഭൂഷൺ രാമകൃഷ്ണ ഗവൈ എന്ന PR ഗവൈ ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവും. അപ്പോൾ മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിക്കപ്പെടും. ജസ്റ്റിസ് KG ബാലകൃഷ്ണന് ശേഷം സുപ്രീം കോടതി തലപ്പത്തേക്കൊരു ദളിത് ന്യായാധിപൻ. നവംബർ 24 കാർഷിക ജില്ലയായ അമരാവതിയിലാണ് PR ഗവൈയുടെ ജനനം. നിരവധി കർഷക പോരാട്ടങ്ങൾ കണ്ട ജനതയും നാടും. അമരാവതി ഡിവിഷൻ എന്നാൽ ഒരു വശത്തെ വിദർഭ, ഇപ്പുറം നാഗ്പൂർ മേഖല. PR ഗവൈയുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയത് ആരെല്ലാമെന്ന് ചോദിച്ചാൽ രണ്ട് പേരുകൾ പറയും. ഒന്ന് സാക്ഷാൽ BR അംബേദ്കർ, മറ്റൊരാൾ പിതാവ് RS ഗവൈ. പിതാവിന് രാജ്യം അറിയും. മുൻ MP-യും മുൻ ഗവർണറുമാണ് RS ഗവൈ. അമ്മ കമല. മഹാരാഷ്ട്രയിലെ ഏറ്റവും അറിയപ്പെട്ട അംബേദ്കറിസ്റ്റായിരുന്നു പിതാവ്. കേരള, ബീഹാർ ഗവർണർ പദവികൾ ദാദാസാഹേബ് ഗവേ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കടുത്ത അംബേദ്കർ അനുയായി. നാഗ്പൂർ അംബേദ്കർ ദീക്ഷഭൂമി സ്മാരക സമിതി മുൻ അധ്യക്ഷൻ. ദളിത് ആക്ടിവിസ്റ്റും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവുമായിരുന്ന പിതാവിനെ പോലെ തന്നെ അംബേദ്കറിസ്റ്റ് ആശയം PR ഗവൈക്കൊപ്പവും ഉണ്ട്. 1985 ഗവൈ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തു തുടങ്ങുന്നത്. രാജ S പോൺസിലെയുടെ കീഴിൽ. മുൻ അഡ്വക്കേറ്റ് ജനറലും ബോംബെ ഹൈക്കോടതി ജഡ്ജുമായിരുന്നു പോൺസിലെ. 87 മുതൽ സ്വതന്ത്ര അഭിഭാഷകൻ. 90കളിൽ ബോംബെ ഹൈക്കോടതി നാഗ്പൂർ ബെഞ്ചിലെ പ്രധാന അഭിഭാഷകരിലൊരാൾ. വിദർഭ ഡിവിഷൻ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കൗൺസിലായി, പിന്നീട് ഗവൺമെൻറ് പ്ലീഡർ, ശേഷം സർക്കാർ സീനിയർ പ്രോസിക്യൂട്ടർ. 2003 ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജ്. 2005 മുതൽ ബോംബെ ഹൈക്കോടതിയിൽ മുഴുവൻ സമയ ജഡ്ജ്. ഔറംഗാബാദിലും പനാജിയിലും സേവനം. നാഗ്പൂർ ബെഞ്ചിലെ പ്രധാന ന്യായാധിപനായി പിന്നീടുള്ള വർഷങ്ങൾ. 2019 മെയ് 24 സുപ്രീം കോടതി ജഡ്ജി. മഹാരാഷ്ട്ര നാഷണൽ ലോ യൂണിവേഴ്സിറ്റി VC അടക്കം നിരവധി പദവികളിൽ അദ്ദേഹം ഇരുന്നു. ഗവൈയെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആക്കാനുള്ള ശുപാർശയുടെ സമയത്ത് അദ്ദേഹം മണിപ്പൂരിലെ സംഘർഷ മേഖലയിൽ ജുഡീഷ്യൽ സമിതിയുടെ സന്ദർശനത്തിലായിരുന്നു. മണിക്കൂറുകളോളം ഓരോ റിലീഫ് ക്യാമ്പിലും ഇരുന്നു കലാപത്തിനിരയായ മനുഷ്യരുടെ വാക്കുകൾ കേട്ടു. 2024 നവംബർ 10 സഞ്ജീവ് ഖന്ന DY ചന്ദ്രചൂഡിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഏറ്റെടുത്തത്. ഖന്നയിൽ നിന്നിനി സ്ഥാനം ഏറ്റെടുക്കുന്ന ഗവൈ 2025 നവംബർ 23 വിരമിക്കും. ബുദ്ധമതം സ്വീകരിച്ച അംബേദ്കറിൻ്റെ വഴിയിലാണ് ഗവൈയുടെ ജീവിതം. മൂല്യങ്ങളിൽ മുറുകെ പിടിച്ച നീതിയെ നോക്കിക്കാണൽ. ബുദ്ധമത വിശ്വാസിയായ ദളിത് പിതാവിൻ്റെ മകൻ. ഏതായാലും രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൻ്റെ അമരത്ത്
അംബേദ്കറിസ്റ്റ് മൂല്യബോധമുള്ള ഒരു ദലിത് ന്യായാധിപനുണ്ടിനി കുറച്ചു നാളത്തേക്കെങ്കിലും.